തീരാതിരിക്കുകയാണ്. തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം നാളെ നടക്കും. വിദേശത്തുള്ള അമ്മ സുജ ഉച്ചയോടെ വീട്ടിലെത്തും. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും സ്കൂളും വീടും സന്ദർശിച്ചു. അപകടത്തിന് കാരണമായ വൈദ്യുതി കമ്പികൾ അടിയന്തരമായി മാറ്റാൻ തീരുമാനം ആയിട്ടുണ്ട്. മിഥുന്റെ അമ്മ സുജ നാളെ പുലർച്ചെ കുവൈറ്റിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലുള്ള മിഥുന്റെ മൃതദേഹം ഉച്ചയ്ക്ക് 12 മണിവരെ തേവലക്കര ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തേവലക്കര സ്കൂളും മിഥുന്റെ വീടും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച വിദ്യാഭ്യാസ മന്ത്രി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ മന്ത്രി ജെ ചിഞ്ചുറാണിയും കുട്ടിയുടെ വീട്ടിലെത്തി. പന്ത് കളിക്കും പാസ്സായ എന്റെ മോനെ എങ്ങാണ്ട് ദൂരെ കണ്ട് പന്ത് കളിക്കാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് കുട്ടിയോടൊപ്പമാണ്, നമ്മുടെ മകനോടൊപ്പമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ നടത്താൻ തയ്യാറാകാത്ത എല്ലാവരുടെ പേരിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയും മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ സ്കൂളിൽ പരിശോധന നടത്തി. വൈദ്യുതി കമ്പികൾ അടിയന്തരമായി മാറ്റാനും തീരുമാനിച്ചു. വളരെ ഗുരുതരമായ വീഴ്ച ഈ കാര്യത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കമ്മീഷൻ മനസ്സിലാക്കുന്നത്. KSU, RYF, BJP, SDPI തുടങ്ങിയ സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മിഥുൻ ഓടിക്കളിച്ച സ്കൂൾ മുറ്റത്തേക്ക് പ്രിയമകന്റെ ചേതനേറ്റ ശരീരം കൂട്ടുകാർക്കും അധ്യാപകർക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ നാളെ എത്തിക്കും. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മടംശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.